ഹായ് ഫ്രണ്ട്സ്, ജൂലൈ 5 ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് LP, UP, HS, HSS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന 120 ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ വീഡിയോ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ വിജയം ഉറപ്പാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് കായ് അബ്ദുറഹ്മാൻ സാഹിബ്, മാതാവ് കുഞ്ഞാത്തുമ്മ. ബഷീർ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ്? പ്രേമലേഖനം, 1942. ബഷീർ പ്രസിദ്ധീകരിച്ച ആദ്യ കഥ ഏതാണ്? തങ്കം. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? സോജ രാജകുമാരി. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ്? ഉജ്ജീവനം. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മയുടെ അറകൾ. ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചത് എന്തായിരുന്നു? ടാറ്റ. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ള ബഷീറിൻ്റെ കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആട്. സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏതാണ്? ബാല്യകാലസഖി. ബഷീർ വിവാഹിതനായത് എന്ന്? 1958 ഡിസംബർ 18. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. മതിലുകൾ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് ആരാണ്? മമ്മൂട്ടി. ബഷീർ കൃതികളെ നിശിതമായി വിമർശിച്ച് MB രഘുനാഥൻ രചിച്ച പുസ്തകം ഏതാണ്? ഉപ്പുപ്പാൻ്റെ കുയ്യാനകൾ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഗ്രന്ഥം? ചെവിയോർക്കുക അന്തിമകാഹളം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? കൊച്ചു മുഹമ്മദ്. മജീദും സുഹറയും കഥാപാത്രമാവുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ്? ബാല്യകാലസഖി. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏതാണ്? നേരും നുണയും. ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സുവാർത്ത നൽകുന്നവൻ. ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏതു ജില്ലയിലാണ്? കോട്ടയം. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി? ബാലാമണിയമ്മ. ബഷീറിൻ്റെ ജീവചരിത്രത്തിൻ്റെ പേര് എന്താണ്? ബഷീറിൻ്റെ ഐരാവതങ്ങൾ. ബഷീറിൻ്റെ ഐരാവതങ്ങൾ രചിച്ചത് ആരാണ്? EM അഷ്റഫ്. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിൽ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? മതിലുകൾ 1990.
ബഷീറിൻ്റെ മക്കൾ ആരെല്ലാം? ഷാഹിന, അനീസ്. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? അനീസ് അൻവർ. കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥയാണ് ബഷീറിൻ്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആര്? MN വിജയൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീകരത മലയാള സാഹിത്യത്തിൽ അവതരിപ്പിച്ച ബഷീർ കൃതി ഏതാണ്? ശബ്ദങ്ങൾ. ബഷീർ അന്തരിച്ചത് എന്നാണ്? 1994 ജൂലൈ 5. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏതാണ്? ഉപ്പു സത്യാഗ്രഹം. കോഴിക്കോട് നിന്ന്. ബഷീറിന് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏത്? 1970. ബഷീറിന് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച വർഷം ഏതാണ്? 1981. നീലവെളിച്ചം എന്ന ബഷീറിൻ്റെ കഥ ചലച്ചിത്രമായത് ഏത് പേരിൽ? ഭാർഗവീ നിലയം. ഭാർഗവീ നിലയം എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ആരാണ്? A. വിൻസെൻ്റ്. വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന ബഷീറിൻ്റെ പ്രശസ്തമായ പദം ഏത് കൃതിയിലാണ്? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്. ഉജ്ജീവനം എന്ന വാരികയിൽ ബഷീർ എഴുതിയിരുന്നത് ഏത് തൂലികാനാമത്തിലാണ്? പ്രഭ. നട്ട് ഹംസൻ്റെ വിക്ടോറിയ എന്ന നോവലുമായി സാമ്യം ആരോപിക്കപ്പെട്ട ബഷീർ നോവൽ ഏതാണ്? ബാല്യകാലസഖി. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെ? ഭാർഗവീ നിലയം 1964, ബാല്യകാലസഖി 1967. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത്? യാ ഇലാഹി. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഫാബി ബഷീർ. ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ബഷീറിൻ്റെ എടിയെ. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് എന്ത്? ആകാശമിഠായി. ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഏതാണ്? സർപ്പയജ്ഞം. മൂക്ക് കേന്ദ്ര കഥാപാത്രമാക്കി ബഷീർ രചിച്ച കൃതി ഏത്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? പ്രേം പാറ്റ. ഒന്നും ഒന്നും ചേർന്നാൽ എത്രയാണെന്നാണ് ബഷീറിൻ്റെ കഥാപാത്രം പറഞ്ഞത്? ഇമ്മിണി ബല്യ 1. ബഷീർ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേര് എന്താണ്? കഥാബീജം. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി? ഒഴിഞ്ഞ വീട്. കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ്റെ ബാലസാഹിത്യ കൃതി ഏതാണ്? ഒരിടത്തൊരു സുൽത്താൻ. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം?
മാംഗോസ്റ്റീൻ. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തുന്ന കൃതി ഏതാണ്? ബാല്യകാലസഖി. ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ചത് ഏത് പത്രത്തിൽ? ജയകേസരി. ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു? വയലാലിൽ വീട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജി. ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആരാണ്? എം. എൻ. കാരശ്ശേരി. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ പേര് എന്താണ്? പൂവമ്പഴം. ബഷീറിനെ കുറിച്ച് ONV കുറുപ്പ് രചിച്ച കവിത ഏതാണ്? എൻ്റെ ബഷീർ. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീർ രചന? തേന്മാവ്. ബഷീർ മലയാളത്തിലെ വിസ്മയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഡോക്ടർ റൊണാൾഡ് ഇ. ആഷർ. ബഷീറിന് പത്മശ്രീ ലഭിച്ച വർഷം? 1982. എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന നോവലിലെ യുവനായിക കഥാപാത്രം ആരാണ്? കുഞ്ഞു പാത്തുമ്മ. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത്? ഭഗത് സിംഗ്. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ശബ്ദങ്ങൾ. ബഷീറിൻ്റെ വിഖ്യാതമായ 3 കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ നോവലുകൾ? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട്, ബാല്യകാലസഖി. മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനെക്കുറിച്ച് ബഷീർ ഒരു അനുസ്മരണം എഴുതിയിട്ടുണ്ട്. ആരെക്കുറിച്ചാണ്? MP പോൾ. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? പ്രൊഫസർ MK സാനു. ബഷീർ സൃഷ്ടിച്ച ഗ്രാമത്തിൻ്റെ പേര് എന്താണ്? കടുവാക്കുഴി. ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? പ്രേമലേഖനം. അദ്ദേഹം ജയിലിൽ കിടക്കുന്ന ഒരവസരത്തിലാണ് ഈ ലഘു നോവൽ എഴുതിയത്. രാജ്യദ്രോഹപരമായി ഇതിൽ ഒന്നും ഇല്ലെങ്കിലും 1944 ഇത് നിരോധിക്കപ്പെടുകയും പിന്നീട് അതിൻ്റെ കോപ്പികൾ കണ്ടുകിട്ടുകയും ചെയ്തു. ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഓർമ്മയുടെ അറകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് ഓർമ്മയുടെ അറകൾ. ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചുവന്ന കുറിപ്പുകൾ 1973 നാഷണൽ ബുക്ക് സ്റ്റാൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലുള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു നോവലാണ് ആനവാരിയും പൊൻകുരിശും. 1951 ഇത് എഴുതിയത്. ആനവാരിയും പൊൻകുരിശും പണ്ട് വെറും രാമൻ നായരും തോമയുമായിരുന്നു. ഈ ബഹുമതികൾ അവർ ആർക്ക് കൊടുത്തു? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ നോവൽ എന്ന് ബഷീർ പറയുന്നു. സ്ഥലം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു സാങ്കല്പിക ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. നിസാർ അഹമ്മദ് എന്ന മാതൃകാ കഥാപാത്രത്തെ ബഷീർ അവതരിപ്പിച്ചത് ഏത് നോവലിൽ? എൻ്റെ ഉപ്പൂപ്പാക്കൊരാനയുണ്ടാർന്നു.
താര, പാപ്പച്ചൻ, എലിക്കുട്ടി, പോളി തുടങ്ങിയ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലാണ്? താര സ്പെഷ്യൽസ്. ബഷീർ ഭഗത് സിംഗ് മാതൃകയിൽ ഒരു തീവ്രവാദ സംഘമുണ്ടാക്കി. ഇതിൻ്റെ മുഖപത്രം എന്തായിരുന്നു? ഉജ്ജീവനം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയത് ചില കത്തുകൾ ബഷീറിൻ്റെ കത്തുകൾ എന്ന പേരിൽ 2008 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് സമാഹരിച്ച് പ്രസിദ്ധീകരിച്ചതാരാണ്? പത്രപ്രവർത്തകയായ KM ബീന. ബാല്യകാല സഖിക്ക് അവതാരിക എഴുതിയത് ആരാണ്? MP പോൾ. സൈനബ, മണ്ടൻ മുത്തപ്പ തുടങ്ങിയ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലാണ്? മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ. സാഹിത്യലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടായ ബഷീർ കൃതി? ശബ്ദങ്ങൾ. ബഷീറിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്ന പൂച്ചയെക്കുറിച്ച് ബഷീർ എഴുതിയ കൃതി? മാന്ത്രിക പൂച്ച. നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ഏത് കൃതിയിൽ? മതിലുകൾ. നീലവെളിച്ചം എന്ന സിനിമയിലെ നായകൻ? മധു. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ൻ്റുപ്പൂപ്പാക്കൊരാനണ്ടാർന്ന് എന്നീ കൃതികൾ ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിച്ചത് ഏത് സർവകലാശാലയാണ്? സ്കോട്ട്ലാൻഡിലെ എഡിൻബറോ സർവകലാശാല. തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ 1954 ബഷീർ എഴുതിയ കൃതി? പാത്തുമ്മയുടെ ആട്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ബഷീർ ഏത് കഥയിലൂടെയാണ് സരസമായി അവതരിപ്പിച്ചത്? ഭൂമിയുടെ അവകാശികൾ. ബഷീറിൻ്റെ ചിത്രമുള്ള 5 രൂപ സ്റ്റാമ്പും 2 രൂപ പ്രഥമ ദിനകവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതെന്ന്? 2009 ജനുവരി 1. ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായിക നായകന്മാർ ആരൊക്കെ? കേശവൻ നായരും സാറാമ്മയും. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം? പത്മശ്രീ പുരസ്കാരം. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു. ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ്? MN വിജയൻ. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാൾ ഏതാണ്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? പെരുമ്പടവം ശ്രീധരൻ. ബഷീറിൻ്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിക്കപ്പെടുന്ന ചെറുകഥ? അനർഘ നിമിഷം. തൻ്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ബഷീർ രചിച്ച ഗ്രന്ഥം? MP പോൾ. പാത്തുമ്മയുടെ ആടിൽ നായികയായ ബഷീറിൻ്റെ സഹോദരി? ഫാത്തിമ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി എഴുതിയത് ആര്? MA റഹ്മാൻ. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാലസഖി ആദ്യം എഴുതിയത് ഏതു ഭാഷയിൽ? ഇംഗ്ലീഷ്. കഥാബീജത്തിന് അവതാരിക എഴുതിയത് ആര്? G ശങ്കരക്കുറുപ്പ്. ബഷീർ തൻ്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ? ജന്മദിനം. ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന ബഷീർ കൃതി? മാന്ത്രിക പൂച്ച. ഫാബി ബഷീറിൻ്റെ മുഴുവൻ പേര്?
ഫാത്തിമ ബീവി. ബഷീർ രൂപീകരിച്ച തീവ്രവാദ സംഘടന വാനരസേന. ബഷീറിൻ്റെ കഥാപാത്രം മണ്ടൻ മുത്തപ്പയുടെ തൊഴിൽ എന്താണ്? പോക്കറ്റടി. മുച്ചീട്ടുകളിക്കാരൻ്റെ മകളുടെ പേര് എന്താണ്? സൈനബ. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു കൃതിയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത്. ഏതാണ് ആ കഥ? വിശ്വവിഖ്യാതമായ മൂക്ക്. ഇക്കാക്ക, ഇതിലെ ആഖ്യാനം എവിടെ? ഇങ്ങനെ ബഷീറിനോട് ചോദിച്ചതാര്? അനിയൻ അബ്ദുൽ ഖാദർ. കർത്താവിന് എന്തിനാണച്ചോ പൊൻകുരിശ്? ബഷീറിൻ്റെ ഏത് കൃതിയിലാണ് ഈ ചോദ്യം? ആനവാരിയും പൊൻകുരിശും. മരണശേഷം കണ്ടെടുക്കപ്പെട്ടതും ബഷീർ എഴുതിയതുമായ കവിത ഏതാണ്? അനശ്വര പ്രകാശം. ഫാബി ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം? പിതാവ് അരീക്കാണൻ കോയക്കുട്ടി മാസ്റ്റർ, മാതാവ് പൂതൂക്കിടി പറമ്പിൽ ഖദീസ. ബാല്യകാലസഖി തൻ്റെ ജീവിതത്തിൻ്റെ 95% ആണെന്ന് പറഞ്ഞ ബഷീർ ഏത് കൃതിക്കാണ് 100% ആണെന്ന് പറഞ്ഞത്? പാത്തുമ്മയുടെ ആട്. മണ്ടൻ മുത്തപ്പയെ ആൾക്കൂട്ടത്തിൽ ശ്രദ്ധേയനാക്കുന്നത് എന്താണ്? 6 അടി പൊക്കം. മുച്ചീട്ടുകളിയിൽ ജയിക്കാനുള്ള ഉപായം ആരാണ് മണ്ടൻ മുത്തപ്പക്ക് പറഞ്ഞുകൊടുത്തത്? സൈനബ. ആനവാരിയും പൊൻകുരിശും ചേർന്ന് ഏത് ആനയെയാണ് മോഷ്ടിച്ചത്? കൊച്ചു നീലാണ്ടൻ. ഓർമ്മയുടെ അറകളിൽ പരാമർശിച്ച കൃതികളായ റോഡ് ടു മെക്ക, ഇസ്ലാം ഓൺ ദി റോഡ്സ് എന്നീ കൃതികളുടെ കർത്താവ്? മുഹമ്മദ് അസദ്. വിജയകൃഷ്ണൻ രചിച്ച ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന കൃതി ആരെക്കുറിച്ചുള്ള പഠന ഗ്രന്ഥമാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി MN വിജയൻ എഴുതിയ കൃതി ഏതാണ്? മരുഭൂമി പൂക്കുമ്പോൾ. ബഷീറിൻ്റെ അപൂർവങ്ങളായ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർ ആരാണ്? പൂനലൂർ രാജൻ. ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ പുസ്തകം ധർമ്മരാജ്യം, 1938 ലേഖന സമാഹാരം. ആനക്കൊമ്പ് കെട്ടിയ മെതിയടി ആർക്കാണ് ഉള്ളത്? കുഞ്ഞുപാത്തുമ്മ. കുഞ്ഞുപാത്തുമ്മയുടെയും വട്ടൻ അടിമയുടെയും മകളുടെ പേര് എന്താണ്? കുഞ്ഞു താച്ചുമ്മ. ബഷീർ അന്തരിച്ചത് എന്നാണ്? 1994 ജൂലൈ 5. താങ്ക്സ് ഫോർ വാച്ചിങ്.